ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് സിക്സ് അപ്പ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തമിഴ് സിനിമയിൽ വന്നതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന ടോപ്പ് 5 ഹൊറർ മൂവീസ് ആണ്. നിങ്ങൾ ഇതുപോലെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഡിമോണ്ടി കോളനി 2015 പുറത്തിറങ്ങിയ അരുൾനീതി പ്രധാന വേഷത്തിലെത്തിയ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലറാണ് ഡിമോണ്ടി കോളനി. ചെന്നൈയിലെ ഡിമോണ്ടി കോളനി എന്ന പ്രേതഭവനം സന്ദർശിക്കുന്ന 4 സുഹൃത്തുക്കളുടെയും തുടർന്ന് അവർ നേരിടുന്ന ഭയാനകമായ അനുഭവങ്ങളുടെയും കഥയാണിത്. 4 സുഹൃത്തുക്കൾ ആവേശത്തിന് വേണ്ടിയാണ് ചെന്നൈയിലെ ഡിമോണ്ടി കോളനിയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട് സന്ദർശിക്കുന്നത്. ആ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു നെക്ലേസ് എടുത്തതോടെയാണ് അവരുടെ ജീവിതത്തിൽ അസാധാരണമായ സംഭവങ്ങൾ തുടങ്ങുന്നത്. വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം അവർ ഡിമോണ്ടി കോളനിയിലെ പഴയ പോർച്ചുഗീസ് വ്യവസായിയായ ഡിമോണ്ടിയുടെ ആത്മാവിനാൽ വേട്ടയാടപ്പെടുന്നു. ഭയാനകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് കഥ. പിശാച് മിസ്കിൻ സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ തമിഴ് ഹൊറർ ഡ്രാമ ചിത്രമാണ്. ഒരു അപകടത്തിൽ മരിച്ച ഭവാനി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് അവളെ രക്ഷിക്കാൻ ശ്രമിച്ച സിദ്ധാർത്ഥ് എന്ന യുവാവിനെ പിന്തുടരുന്നതും പിന്നീട് ആ പ്രേതം അവന് സഹായമായും മാറുന്നതുമാണ് സിനിമയുടെ കഥ. ഒരു കാർ അപകടത്തിൽപ്പെടുന്ന ഭവാനി എന്ന പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ മരണപ്പെടുന്നു. ഭവാനിയുടെ മരണത്തിനു ശേഷം താമസിക്കുന്ന ഫ്ലാറ്റിൽ അസാധാരണമായ പ്രേതബാധ അനുഭവപ്പെടുന്നു. എന്നാൽ ഈ പ്രേതം അവനെ ഉപദ്രവിക്കുന്നില്ല, മറിച്ച് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവാണ് അവന്റെ വീട്ടിൽ. അവളുടെ മരണം സാധാരണ അപകടമല്ല. അതൊരു തെറ്റായ ഡ്രൈവിംഗ് മൂലമുള്ള അപകടമല്ല, അതൊരു കൊലപാതകമാണ്. ആ ആത്മാവ് സിദ്ധാർത്ഥിനെ ഉപയോഗിച്ച് തന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സിദ്ധാർത്ഥ് സത്യങ്ങൾ കണ്ടെത്തുന്നു. ആത്മാവ് പ്രതികാരം ചെയ്യുന്നതല്ല, അവൾക്ക് വേണ്ടത് നീതിയാണ്. അവൾ കുറ്റക്കാരനെ നേരിട്ട് ആക്രമിക്കുന്നില്ല, സത്യം പുറത്തു കൊണ്ടുവരുന്നതാണ് കഥ. മായ 2015 പുറത്തിറങ്ങിയ തമിഴ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് മായ. നയൻതാരയാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. ഭയാനകമായ പ്രേത സിനിമ കാണാൻ ശ്രമിക്കുന്നവർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അപ്സര എന്ന യുവതി ഒരു പ്രേത സിനിമ കണ്ടാൽ പണം ലഭിക്കുന്ന ഒരു മത്സരത്തിൽ പങ്കുചേരുന്നു. മായ എന്ന സ്ത്രീയുടെ ദുരന്തപൂർണമായ ജീവിതവും മരണവുമാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. മായയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും അവൾ എങ്ങനെയാണ് ഒരു ആത്മാവായി മാറിയതും ുമാണ് സിനിമ പറയുന്നത്. ഈ ഹൊറർ സിനിമ കാണുന്ന അപ്സരയുടെ ജീവിതത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുന്നു. മായയുടെ കഥയും അപ്സരയുടെ ജീവിതവും തമ്മിൽ ബന്ധം വളരെ വൈകാരികമായും ഭയപ്പെടുത്തുന്ന രീതിയിലുമാണ് അവസാന ഭാഗം കാണിച്ചിരിക്കുന്നത്. അവൾ 2017 പുറത്തിറങ്ങിയ ഒരു തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണ് അവൾ. സിദ്ധാർത്ഥും ആൻഡ്രിയുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു പുതിയ കുടുംബം അയൽപക്കത്തേക്ക് താമസിക്കാൻ വരുന്നതും തുടർന്നുണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങളുമാണ് പറയുന്നത്. ഡോക്ടർ കൃഷ്ണയും ഭാര്യ ലക്ഷ്മിയും സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് അടുത്ത വീട്ടിലേക്ക് ഒരു പുതിയ കുടുംബം താമസിക്കാൻ വരുന്നത്. പുതിയ കുടുംബത്തിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വിചിത്രമായ അസാധാരണ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. ഈ സംഭവങ്ങളുടെ പിന്നിലെ കാരണം ഒരു ആത്മാവാണെന്നും ആ ആത്മാവ് പഴയ ഒരു കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുകയാണെന്നും കൃഷ്ണ തിരിച്ചറിയുന്നു. ഭയാനകമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് ശേഷം കുടുംബം ആത്മാവിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ചിത്രം. ഗെയിം ഓവർ 2019 പുറത്തിറങ്ങിയ ഗെയിം ഓവർ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. വീഡിയോ ഗെയിം ഡിസൈനറായ സ്വപ്ന പണ്ട് നടന്ന ഒരു വലിയ അപകടത്തിന്റെ നെറ്റിൽ കഴിയുന്ന ആളാണ്. ഇരുട്ടിനെ ഭയക്കുന്ന അവൾ തന്റെ വീട്ടുജോലിക്കാരിക്കൊപ്പമാണ് താമസം. ഈ സമയത്ത് നഗരത്തിൽ പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഒരു രാത്രി ഈ കൊലയാളി സ്വപ്നയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു. ഒരു വീഡിയോ ഗെയിം എന്ന പോലെ 3 ലൈഫുകൾ അല്ലെങ്കിൽ 3 അവസരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് സിനിമയുടെ ഘടന. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും സ്വപ്ന കൂടുതൽ ശക്തിപ്പെടുത്തുകയും തന്റെ ഭയത്തെ അതിജീവിച്ച് കൊലയാളിയെ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തന്റെ മാനസികവും ശാരീരികവുമായ പരിമിതികളെ മറികടന്ന് അവൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് സിനിമയുടെ കഥ. ഞാൻ പറയുന്ന മൂവീസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.